ആദ്യം പ്രതികരിച്ച പെൺകുട്ടിയല്ല പിന്നീട് വന്നിട്ടുള്ളത്. പിന്നീട് വന്ന പെൺകുട്ടി തുടരെ അവൾക്കുണ്ടായിട്ടുള്ള മനോവ്യഥ കൃത്യമായിട്ട് ശക്തമായി പ്രതികരിക്കുന്ന വിധത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളും അതിനോട് രാഹുൽ പറയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടി പരാതിയായിട്ട് വന്നിട്ടില്ല എന്നുള്ളത്, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അവളുടെ വാക്കുകളിൽ വ്യക്തമാണ്. കാരണം അവൾ അപമാനം സഹിക്കാതെ കേരളം വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനർത്ഥം അവൾ ഗർഭിണിയാണ് എന്നാണ്. ഇത് ആരും ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല. ഇതാരും അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ വരട്ടെ, ഞാൻ നേരിട്ടോളാമെന്ന് പറയാനുള്ള ത്രാണിയൊന്നും രാഹുലിനില്ല. കാരണം ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളതാണ്. ഈ രൂപത്തിൽ സംഭവിക്കും എന്നുള്ളത് അറിയാത്ത ബുദ്ധിശൂന്യനായിട്ടുള്ള ഒരാളാണോ രാഹുൽ? ഇങ്ങനെ നിരവധി പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വഞ്ചിച്ച് എന്നിട്ട് ഗർഭിണിയായപ്പോൾ ആ ഗർഭം അലസിപ്പിക്കുന്നതാണ് നല്ലത്, അത് നിനക്കും നല്ലതാണ് എനിക്കും നല്ലതാണെന്ന രീതിയിൽ പറയുന്ന ഒരു രീതിയിലേക്ക് ഉള്ള ഒരു കാട്ടാളത്തം നമുക്ക് കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതാണോ? അല്ലല്ലോ. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. ഈ ചെറുപ്പക്കാരനിൽ നിന്ന് ഇതൊന്നും അല്ലല്ലോ കേരളീയ സമൂഹം പ്രതീക്ഷിച്ചത്. അവരുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ. പക്ഷേ അഹന്തയും ധിക്കാരവും എത്രത്തോളം ആവാം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത് അതിര് കടന്ന ഒരു ധിക്കാരവും ധാർഷ്ട്യവും അല്ലേ കാണിക്കുന്നത് എന്ന് കേരളത്തിൽ പലർക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. ഏത് തരത്തിലും പെൺകുട്ടികളെയെല്ലാം വളരെ മോശമായിട്ട് കാണുകയും അവരെ ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് വലിച്ചെറിയുകയും ചെയ്യുന്ന ആ മനോഭാവത്തിൻ്റെ ഒരു ഉടമയാണ് ഈ ചെറുപ്പക്കാരൻ. അതൊരു വൈകൃതവുമാണ്, അതൊരു ക്രൂരതയുമാണ്, ക്രിമിനലിസവുമാണ്, എല്ലാമാണ്. ഞാൻ പറഞ്ഞു, മുകേഷ് മാത്രമല്ല, മുകേഷിനെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാനൊന്നും അത് നമ്മൾ തയ്യാറല്ല. കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഈ വിഷയം എന്ന് പറയുന്നത് അതിൽ നിന്നും എത്രയോ കടന്ന ഒരു വിഷയമാണ്. കാരണം തൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി, കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുള്ള അനുഭവം, അത് തുടരെ ഉണ്ടായിട്ടുള്ള അനുഭവം പ്രതിപക്ഷ നേതാവിന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും ഇതിന് യാതൊരു തരത്തിലുള്ള പ്രതികരണവുമില്ല. അയാളുടെ ആ രീതിയിൽ തന്നെ പോവുകയാണെന്ന് മറ്റവരുടെ സുഹൃത്തുക്കളിൽ നിന്നുകൂടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറയാതെ പോകുന്നത് ഇനി ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ പറഞ്ഞത്. അതുപോലെയല്ലല്ലോ 17 കൊല്ലം മുൻപ് ശരിയാണ് അത് പറഞ്ഞത്. ഇപ്പം അതിനിടയിൽ സംഭവിച്ചതെന്താ? ആ പരാതി പറഞ്ഞ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിപ്പോൾ ജയിലിലാന്ന്. ഈ പരസ്പര സമ്മതത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ശാരീരിക ബന്ധത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതങ്ങനെ ഇവിടെ എത്രയോ നടക്കുന്നുണ്ടാവും, നമുക്കറിയില്ല. അതെല്ലാം അവരുടെ ഒരു ഇഷ്ടമാണ്, അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. ഇപ്പം തന്നെ ലിവിങ് ടുഗദറാണെന്ന് പറഞ്ഞിട്ട് നഗരങ്ങളിലൊക്കെ പലരും പെൺകുട്ടികളും ആൺകുട്ടികളും ജീവിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. പലതരത്തിലും ആശുപത്രികളുമായും ഡോക്ടേഴ്സായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊന്നും ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ വളരെ ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ, സ്ത്രീകളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അതിലെല്ലാം ഉപരി MLA, അങ്ങനെയുള്ള ഒരു നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലപാടോ പെരുമാറ്റമോ അല്ല ഉണ്ടായത് എന്നൊരു പെൺകുട്ടി തുടങ്ങുകയും അതിനെ തുടർന്ന് മറ്റൊരു പെൺകുട്ടി ഇപ്പം എല്ലാ ചാനലുകളിലൂടെയും വന്നിട്ടുള്ളത് എന്താ? ആ പെൺകുട്ടിയുടെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അതിശക്തമായിരുന്നു. ഞാനും കേട്ടു. ഇത്ര ശക്തമായിട്ട് ആർഗ്യൂ ചെയ്ത ഒരു വക്കീലിനെ പോലെയാണ് രാഹുലിനോട് സംസാരിച്ചുള്ളത്. രാഹുലിൻ്റെ ശബ്ദം തന്നെയാണല്ലോ നമ്മൾ കേട്ടത്.